ശ്രീ ജയേന്ദ്രൻ, നോക്കൂ, പുറത്തു വന്ന ദൃശ്യങ്ങളിലൊന്നും മന്ത്രിയെ KSU പ്രവർത്തകർ ആക്രമിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇന്ന് CPM പുറത്തിറക്കിയ ദൃശ്യങ്ങൾ, അതിൽ തന്നെ ഗൺമാനാണ് കുറ്റക്കാരൻ. ഗൺമാൻ്റെ ആ ബ്ലൂ, അദ്ദേഹത്തിൻ്റെ ആ ഒരു കോട്ടുണ്ടല്ലോ, അത് ബ്ലാക്കായിട്ട്, അത് കരിങ്കൊടിയായിട്ടൊക്കെയാണ് ചിത്രീകരിച്ച് പുറത്തിറക്കിയത്. MV ജയരാജൻ വളരെ എന്താ പറയേണ്ടത്, അതിഭാവുകത്വം കലർത്തിയൊക്കെയാണ് അവതരിപ്പിച്ചത്. അപ്പോൾ KSU പ്രവർത്തകർ മന്ത്രിയെ ആക്രമിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് ഈ മന്ത്രി ICUയിൽ കിടക്കുന്നത്? നേരത്തെ ബേസിൽ പറഞ്ഞതുപോലെ എത്രയോ രോഗികൾ അവർക്ക് ICU കിട്ടാതെ അവർ പുറത്ത് കിടക്കുന്ന കാഴ്ചയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ളത്. അപ്പോൾ ആരോഗ്യമന്ത്രിക്ക് എന്തോ അക്രമത്തിൽ വലിയ പരിക്കേറ്റു എന്നൊക്കെ പ്രചരിപ്പിച്ച് അങ്ങനെ കിടക്കുകയാണ്. ഇതാ രണ്ടാമത്തെ ദിവസം ഇപ്പോഴിതാ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്ത് വന്നിട്ടുണ്ട്. വീണ ജോർജിൻ്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു എന്ന മെഡിക്കൽ ബുള്ളറ്റിൻ. കഴുത്തിലെ കശേരുക്കൾക്കിടയിലുള്ള ഡിസ്കുകൾ 2 ഇടങ്ങളിൽ അമർന്നുള്ള സമ്മർദ്ദം കാരണമാണ് വേദന അനുഭവപ്പെട്ടത്. അടിയന്തര ശസ്ത്രക്രിയ വേണ്ട സാഹചര്യമില്ലെന്നും മെഡിക്കൽ ബോർഡ്. നിരന്തര നിരീക്ഷണം വേണ്ടതിനാൽ ICUവിൽ തന്നെ തുടരും. നിലവിലുള്ള ശാരീരികാവസ്ഥയിൽ യാത്ര ചെയ്യാൻ സാധിക്കാത്തതിനാൽ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തുടരും. ശ്രീ ജയചന്ദ്രൻ, മലയാളികളല്ലേ, മലയാളികൾക്ക് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവില്ലേ? അവരുടെ വിവേകത്തെ ഒക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണോ, പരീക്ഷിക്കുകയാണോ? ശ്രീ ജയചന്ദ്രൻ, ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം പ്ലീസ്. കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. എന്താ ഇവിടെ ഇപ്പൊ ഈ കേട്ടിടത്തോളം വെച്ച് പറയുകയാണ്. താങ്കളുടെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. കേട്ടിടത്തോളം വെച്ച് പറയുമ്പോൾ, താങ്കളുടെ ചോദ്യത്തിൽ നിന്ന് കേട്ടിടത്തോളം വെച്ച് പറയുമ്പോൾ, പിന്നെ ഈ മെഡിക്കൽ ബുള്ളറ്റിനടക്കം ഈ നടിയെന്നല്ലേ പറഞ്ഞത്. പക്ഷെ താങ്കൾ കുറെ കൂടെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട്, കുറച്ചുകൂടെ കൾച്ചേർഡ് ആയിട്ട് പറഞ്ഞു നാട്യം എന്നാണ് താങ്കൾ പ്രയോഗിച്ചത്. ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു കേട്ടോ. അതിൽ എൻ്റെ പിന്നെ ഒരു സ്പെഷ്യൽ അഭിനന്ദനങ്ങളും താങ്കൾക്ക്. നാട്യം എന്നാണ് ശരിക്കും പറയേണ്ടത്. ഇവർക്കത് അറിഞ്ഞുകൂടാ. ഭാഷയുടെ പ്രശ്നമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് മറ്റൊരു കാര്യം, അത് ഞാൻ വിട്ടുകളയുന്നു. ഇന്നലെ പക്ഷേ പിന്നെ ഈ ഭാഷ പ്രയോഗിക്കുന്നില്ല പ്രശ്നം, അതാ ഞാൻ പറഞ്ഞു. ഇന്നലെ പക്ഷേ വേറൊരു അഭിനയം നടത്തുന്ന ആൾക്കാരെ നടി എന്ന് തന്നെ വിളിക്കും. അല്ല, ഇടനിരീക്ഷൻ ആവർത്തനം എന്ന് പറയണ്ട, അഭിനയം നടത്തിയ ആളെ നടി എന്ന് വിളിച്ചാൽ ഒരു നിങ്ങൾ അല്ല, അങ്ങനെ ആളാണ് കേട്ടോ. എന്റെ സമയമായത് നിങ്ങൾ ആളാകണ്ട, അത് ഞാൻ സമ്മതിക്കുകയില്ല. അങ്ങനെ എന്തെങ്കിലും തെറ്റിദ്ധാരണ എപ്പോ വർത്തിക്കൂ. എന്റെ കളിക്കണ്ട കേട്ടോ. പറയാം, ഇല്ല പ്രശ്നമില്ല, കുഴപ്പം ഇല്ല, പറയാം. അദ്ദേഹം അല്ല, ഞാൻ നിർത്തിയേക്കാന്നേ. നിങ്ങൾ അയക്കൂ, ഞാൻ നിർത്തിയേക്കാം. ഷോ നിയന്ത്രിക്കാൻ പറ്റില്ല, ഞാൻ നിർത്തിയേക്കാം. ജയേന്ദ്രൻ പറയൂ പ്ലീസ്. ഇവരുടെ സമയത്ത് ഞാനൊന്നും മിണ്ടാൻ വന്നില്ലല്ലോ. പിന്നെന്താ ബേസിലോട് ഞാൻ അദ്ദേഹം പറയട്ടെ പ്ലീസ്. ഓക്കെ, ശ്രീ ജയേന്ദ്രൻ, സമയമില്ല, നമുക്ക് വിഷയത്തിലേക്ക് വരാം പ്ലീസ്. അല്ല, ഇങ്ങനൊക്കെ പറയുമ്പോ നമ്പ്യാൽ പിന്നെ ഞാൻ മറുപടി പറഞ്ഞു പോവില്ലേ? താങ്കൾ കേട്ടിട്ടുണ്ടല്ലോ കോവിഡ് റാണി എന്ന് വിളിച്ച ഒരു KPCC പ്രസിഡന്റിനെ, ഇല്ലേ? ഒരു ഇംഗ്ലീഷ് പ്രസിദ്ധീകരണത്തിന് കൊടുത്ത അഭിമുഖത്തിൽ എന്താണ് ഡിസ്കോ റാണി, ഡിസ്കോ ക്വീൻ എന്നാണ് വിളിച്ചത്. മലയാളത്തിലേക്ക് അദ്ദേഹത്തിന് മൊഴിമാറ്റം നടത്തി കോവിഡ് റാണി. അത് ഇവിടെ തന്നെ കേരളത്തിൽ തന്നെയുള്ള ഒരു പ്രസിഡന്റ്. അദ്ദേഹത്തിന്റെ പേരും കൂടെ പറയാം, മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആണല്ലോ. ഞാൻ പറഞ്ഞതല്ല. ഇന്നലെ കണ്ണൂരിൽ റെയിൽവേ സ്റ്റേഷന് അടുത്ത് വേറൊരു സംഘടനയുടെ പ്രതിഷേധം നടന്നു. മാന്യമായിട്ട് പ്രതിഷേധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മാന്യമായി പ്രതിഷേധിച്ചു. അത് പിന്നെ യുവമോർച്ചയുടെയാണ് ആ പ്രതിഷേധം നടന്നത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷന് അടുത്ത് തന്നെ വീണ ജോർജിനെതിരെ തന്നെ നടന്നു. പ്രതിഷേധിക്കുന്ന പറഞ്ഞുകൊണ്ടാണ് പ്രതിഷേധിച്ചത്. മാന്യമായി പ്രതിഷേധിച്ചു. പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അതുണ്ടായി. ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഈ KSUക്കാർ പ്രതിഷേധിക്കുന്ന ആരോടെങ്കിലും പറഞ്ഞിരുന്നു അനിൽ നമ്പ്യാർ? അത്രയൊരു പ്രതിഷേധം ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വരില്ലല്ലോ, കരിങ്കൊടിയായിട്ട് മുൻകൂട്ടി അറിയിച്ചിട്ട് വരില്ലല്ലോ. അത് നമുക്ക് പോലീസിനെ അറിയിക്കില്ലല്ലോ. ഞങ്ങൾ ഇതാ കരിങ്കൊടിയായിട്ട് വരുന്നത്, അത് നമുക്ക് വിടാം. യുവമോർച്ചക്കാർ അങ്ങനെ തന്നെയാണ് വന്നത് ഇന്നലെ. അത് യുവമോർച്ചയുടെ നേതാവില്ലേ കൂടെ ഇരിക്കുന്നത്, പാനലിസ്റ്റുകളില് ഉണ്ടല്ലോ. അപ്പൊ അത് മുൻകൂട്ടി അറിയിച്ചിട്ട് തന്നെ ആയിരുന്നല്ലോ. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് അത് കഴിഞ്ഞപ്പോൾ മുതൽ ആദ്യം പിന്നെ
പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം എന്തായിരുന്നു? ശരിയാണ്, ഞങ്ങളുടെ കുട്ടികൾ പ്രതിഷേധിച്ചിട്ടുണ്ട്, പ്രതിഷേധിക്കാനുള്ള അവകാശവുമുണ്ട്. പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലായത് മന്ത്രിക്കെതിരെ അവരുടെ ഭാഗത്തുനിന്ന് അക്രമമൊന്നും ഉണ്ടായില്ല എന്നാണ്. അക്രമം ഉണ്ടായി എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ, വിശദമായ അന്വേഷണത്തിൽ അക്രമം ഉണ്ടാകുമെന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാവും എന്നാണ് ഇന്നലെ പറഞ്ഞത്. ഇന്ന് രമേശ് ചെന്നിത്തല, ഇന്നലെ അദ്ദേഹം ആലപ്പുഴ ഉണ്ടായിരുന്നു, ഇന്ന് രമേശ് ചെന്നിത്തല ഹരിപ്പാട് പറഞ്ഞത് അക്രമം അങ്ങനെ പ്രശ്നം കേസുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്ന് രാവിലെ 12 മണിക്ക് ആലപ്പുഴയിൽ ഹരിപ്പാട് സ്വന്തം മണ്ഡലത്തിൽ നിന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. ഇന്ന് ആലപ്പുഴയ്ക്ക് അക്രമമേ ഉണ്ടായിട്ടില്ല എന്നായി. അപ്പം പിന്നെ ആ നിലയ്ക്ക് നരേറ്റീവ്സ് ഉണ്ടാക്കാനായിട്ട് അവർ തീരുമാനിച്ചിരിക്കുന്നത് വെറുതെ ഒന്നുമല്ല. അതിൻ്റെ അകത്ത് FIR ഇട്ടിട്ടുണ്ട്. FIR ഇട്ട് ഇനി ചാർജ് ഷീറ്റിലേക്ക് വരുമല്ലോ. ചാർജ് ഷീറ്റ് വരുമ്പോൾ കോടതിയിൽ ഹാജരാക്കും, സ്വാഭാവികമാണ്. ആർക്കെതിരെയും കരിങ്കുടി കാണിക്കും. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാനൊരു കാര്യം ഓർത്തതാണ്, ചെറുപ്പത്തിൽ പിന്നെ TM ജേക്കബിന്റെ കാറിന് മുകളിൽ ചാടിക്കയറി, പിന്നെ ഓടുന്ന കാറാണ്, വീടിനകത്ത് പുറത്തിറക്കി ആലപ്പുഴയ്ക്ക് കാർ സ്ലോ ചെയ്യല്ലോ, അംബാസഡറാണെന്ന്, ഇതുപോലെ അന്ന് വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹം, കാറിന്റെ ബോണറ്റിന് മുകളിൽ ചാടിക്കയറി. അറിഞ്ഞിട്ട് തന്നെയാണ് തല്ലി കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ചാടിക്കയറുന്നത്. തിരക്കേറിയ ഒരു വീതിയിലാണ്, നഗരമധ്യത്തിൽ ആലപ്പുഴയിൽ തന്നെ. അത് നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. അതിനു മുമ്പ് കുറിച്ച് ജോളി വധക്കേസുമായി ബന്ധപ്പെട്ട് 85-ൽ വയലാർ രവീന്ദ്രൻ ആഭ്യന്തരമന്ത്രിയാണ്, വേദിയിൽ കയറിയാണ് മൈക്ക് പിടിച്ചത്. അപ്പോഴും അറിയാം പിന്നെ മർദ്ദനമേൽക്കുമെന്ന്. അതിലൊന്നും തെല്ലും പരിഭ്രമിച്ചിട്ട് പോലും ഇല്ല കേട്ടോ, അറിഞ്ഞിട്ട് തന്നെയാണല്ലോ. പക്ഷെ ഇതങ്ങനെയല്ല, ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ലെന്നേ എന്ന് ആണയിട്ട് പറയുന്ന, ദൈന്യതയോടെ പറയുന്ന ഒരു KSUവിനാണ് കാണുന്നത്. എത്ര ദൈന്യമാണ് ഒരു വിദ്യാർത്ഥി സംഘടനയുടെ അവസ്ഥയിലേക്ക്, ആ അവസ്ഥാന്തരം അല്ലെങ്കിൽ പരിണാമം എന്ന് ഓർക്കണം. അന്തസ്സായിട്ട് പറയണമല്ലോ, ഞങ്ങൾ ശരിയാണ്, മുദ്രാവാക്യം വിളിച്ചു, പ്രതിഷേധിച്ചു, ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കുന്നേ. ഇതല്ലേ അന്തസ്. ആ അന്തസ് കാണിക്കുന്നതിന് പകരം ഞരങ്ങുകയാണ്, പ്രശ്നം ഉണ്ടായിട്ടില്ല, അവർ നടിക്കുകയാണ്, നാട്യമാണ് എന്ന് പറഞ്ഞ് വിലപിക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയെ നിങ്ങൾ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ എന്റെ ജീവിതത്തിൽ ഇത്രയും ഈ പ്രായത്തിലേക്ക് 63 ശ്രീ ജയേന്ദ്രൻ, ഇവിടെ മന്ത്രിയെ ആക്രമിച്ചു എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട ആക്ഷേപം, അല്ലേ? മന്ത്രിയെ ആക്രമിച്ചു. അല്ല, താങ്കളുടെ ചോദ്യം അതായിരുന്നില്ല. മന്ത്രി ആക്രമിക്കപ്പെട്ടോ, ശാരീരികമായി ആക്രമിക്കപ്പെട്ടോ? ആ ദൃശ്യങ്ങൾ പലവട്ടം ഞാൻ കണ്ടു. അവിടെ എവിടെയും ഈ കരിങ്കൊടി ഉയർത്തിയ KSU പോത്ത് മന്ത്രിയുടെ അരികിലേക്ക് എത്തുന്നതായിട്ട് കാണാൻ സാധിച്ചിട്ടില്ല. മന്ത്രി പോലീസ് വലയത്തിലായിരുന്നു. മന്ത്രിയാണ് കുതറി മാറി അവരെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോയത്. എന്നിട്ടും ആ വനിതാ സബ് ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, മാഡം പ്ലീസ് എന്ന് പറയുന്നുണ്ട്, ഒന്ന് അടങ്ങാൻ പറയുന്നുണ്ട്. ഇത് എവിടെയാണ് ഈ അക്രമം നടന്നതെന്നുള്ളതാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് മന്ത്രിക്ക് പരിക്കേൽക്കുന്നത്? മന്ത്രിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. 1ാം പ്ലാറ്റ്ഫോമിൽ നിന്ന് 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ നടന്നു പോയ മന്ത്രി പെട്ടെന്ന് നേരത്തെ ബേസിൽ പറഞ്ഞു, ഇതിൻ്റെ തിരക്കഥ സംവിധാനം ഒക്കെ നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ AN ഷംസീറാണ്. ഷംസീർ ആണ് CMനെ വിളിച്ച് പറയുന്നത്. CM അതേ ഫോണ് കൊടുക്കാൻ പറയുന്നു വീണ ജോർജിൻ്റെ അടുത്ത്. വീണ ജോർജ് പറയുന്നു. അതെല്ലാം പുറത്തു വന്നതാണ്. ഇവിടെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, മന്ത്രി ആക്രമിക്കപ്പെട്ടോ എന്നുള്ളതാണ്. താങ്കൾക്ക് മനസ്സിലാവാത്ത കാര്യം എന്താണെന്നുള്ള ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ചു. ഞാൻ അതിലേക്ക് വരാമെന്നേ പ്ലീസ്. അത് രമേശ് ചെന്നിത്തലയും പറഞ്ഞ അത് തന്നെയാണ് ഇന്ന് ഹരിപ്പാട് എന്ന് പറഞ്ഞ 12 മണിക്ക് ഉച്ചയ്ക്ക് പറഞ്ഞത്. താങ്കളുടെ അതേ വാചകമാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ അവരെ ആരും ആക്രമിച്ചിട്ടില്ലെന്ന്, പിന്നെ ആക്രമിക്കാനായിട്ട് ആക്രോശിക്കുന്നത് മന്ത്രിയാണെന്ന്, ഇതേ വാചകമാണ് രമേശ് ചെന്നിത്തല പ്രയോഗിച്ചത്. എന്റെ ഇക്കാര്യത്തിൽ അഭിപ്രായം അതാണല്ലോ താങ്കൾ ചോദിച്ചത്. എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇത് കേവലമായി ഒരു വ്യക്തിയായ മന്ത്രിക്കെതിരെയുള്ള ഒരു പ്രതിഷേധമോ നടപടിയോ ആയിട്ട് ഞാൻ കാണുന്നില്ല. ഇത് പിന്നെ ഒരു സ്കീമാറ്റിക് ആയിട്ടുള്ള നിശ്ചിതമായി തീരുമാനിക്കപ്പെട്ടിട്ടുള്ള ഒരു പദ്ധതിയാണ്. അത് പൊളിറ്റിക്കലാണ് ആ പദ്ധതിയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത്. അതല്ലാതെ ഒരു കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ യാദൃച്ഛികമായി പിന്നെ ഇന്നലെ അദ്ദേഹം പറഞ്ഞത്, പിന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് 4 KSUക്കാരും 35 പോലീസുകാരും എന്നാണ്. മറ്റ് ആൾക്കാരിലേക്ക് വന്നപ്പോഴത്തേക്ക് 40 പോലീസ് 45 പോലീസൊക്കെയായി. എന്തോ ആയിക്കോട്ടെ. പക്ഷെ അവിടെ ഇന്നലെ 4 പോലീസുകാരും 4 KSUക്കാരും 35 പോലീസുകാരുമായിരുന്നു അദ്ദേഹം പറഞ്ഞത് തന്നെ ഞാൻ മുഖവിലേക്ക് എടുക്കുന്നുള്ളൂ. അപ്പൊ അത് പൊളിറ്റിക്കലാണ് ഇഷ്യൂ.
ആ പൊളിറ്റിക്കൽ ഇഷ്യൂ എങ്ങനെയാണ് വരുന്നത്? അത് പിന്നെ എന്താണ് പ്രശ്നം? പ്രശ്നം ചോദിച്ചാൽ ഒറ്റ പ്രശ്നമേ പറയാനുള്ളൂ. പിന്നെ ആലപ്പുഴയിലെ ഒരു രോഗിക്ക് ശസ്ത്രക്രിയ നടത്തി 5 വർഷമായി കത്രിക വയറ്റിൽ കിടക്കുന്ന നടപടി ആരോഗ്യവകുപ്പ് വെന്റിലേറ്ററിലാണ് അത് മാത്രമല്ല, കാണിക്കുന്നതാണ്. ചികിത്സാ പിഴവ് മൂലം ഉണ്ടായിട്ടുള്ള മരണങ്ങളുണ്ട്. അല്ല, ഞാൻ പറഞ്ഞ KSUക്കാരുടെ ആർഗ്യുമെന്റാ ഞാൻ പറഞ്ഞ. താങ്കൾ അവിടെ ദയവായി ഒന്ന് ശ്രദ്ധിക്കൂ. ഇപ്പോ ഞാൻ ഇന്നലെ മുതൽ അവർ നടത്തിക്കുന്ന ആർഗ്യുമെന്റ് ഇതാണെന്നേ. ഇന്നലെ ഞാൻ 2 ചർച്ചയിൽ പങ്കെടുത്തു, ഇന്നിപ്പോ ഇതിനകം വേറെ 2 ചർച്ചയിൽ പങ്കെടുത്തു. അപ്പൊ അവിടെയൊക്കെയുള്ള KSU ആർഗ്യുമെന്റ് ഇത് തന്നെയാണ്. ഏതാണ് ഞങ്ങളുടെ പ്രതിഷേധം എന്ന് പറയുന്നത് ഇതിലാണ്, ഈ ഉഷ ജോസഫിന്റെ. അപ്പൊ ഞാൻ ചോദിച്ചു, സുഹൃത്തെ, ഈ പിന്നെ മെയ് 11 2011 മെയ് 10 അഡ്മിറ്റ് ആവുന്നു, മെയ് 12 സർജറി നടത്തുന്നു, മെയ് 15 അത് ഡിസ്ചാർജ് ചെയ്യുന്നു ഈ ഉഷ ജോസഫിനെ 2021. പക്ഷെ 2ാം പിണറായി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏൽക്കുന്നത് തന്നെ 2021 മെയ് മാസം 20-ാം തീയതിയാണ്. അപ്പൊ ആ സമയത്ത് പിന്നെ കെയർടേക്കർ ആയിട്ട് നിൽക്കുന്ന ഒരു കാവൽ മുഖ്യമന്ത്രി മാത്രമാണ് പിണറായി വിജയൻ. വീണ ജോർജ് എന്ന് പറയുന്നത് 2ാം തവണ ജയിച്ച LDF MLA ആണ്. അത്രേ ഉള്ളൂ, അവർ മന്ത്രിയല്ല. പക്ഷേ മന്ത്രിയായിരുന്ന കാലത്ത് എന്ന് പറഞ്ഞിട്ടാണല്ലോ മുഴുവൻ ആക്രോശങ്ങളും വരുന്നത്. മറ്റെന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇത് തന്നെയാണ് പ്രശ്നം. ഉഷ ജോസഫിന്റെ വയറ്റിൽ കത്രിക എന്ന് പറഞ്ഞ് ചികിത്സാ പിഴവാണ് പ്രശ്നം എന്ന് പറയുമ്പോഴാണ് ഇത് നമുക്ക് വീണ്ടും ഓർപ്പിക്കേണ്ടി വരുന്നത്. അങ്ങനെയല്ല വസ്തുത എന്നുള്ളത്. പക്ഷെ ആ വസ്തുതയിലേക്കല്ല അവര് വരുന്നത്, അവർ പോകുന്നു അതല്ല. പിന്നെ ഞാനിപ്പോ പറയാൻ തുടങ്ങിയപ്പോ തന്നെ കേട്ടില്ലേ, ഇടനിരീക്ഷകൻ അങ്ങനൊന്നും പറയണ്ട. ഞാൻ അങ്ങനെ പറയണമെന്നുള്ളത് നിശ്ചയിക്കുന്നത് ഞാൻ മാത്രമാണ് സുഹൃത്തെ. ഞാൻ അദ്ദേഹം ഡിക്റ്റേഷൻ അനുസരിച്ച് ഇവിടെ വർത്തമാനം പറയാൻ വന്നിരിക്കുന്ന ആളല്ല. ഞാൻ ഒരു പാർട്ടിയുടെയും പിന്നെ ബാൻഡ് തലയെ കെട്ടിയിട്ടില്ല, ബാനർ വാങ്ങിച്ച് പോക്കറ്റിൽ ഇട്ടിട്ടില്ല. ഞാൻ എന്റെ സ്വതന്ത്ര അഭിപ്രായം പറയാനാണ് വരുന്നത്. അത് നിങ്ങൾ എത്ര വിചാരിച്ചാലും എനിക്ക് തടസ്സപ്പെടുത്താനും കഴിയില്ല. അത് 4 ജീവിതം കൊണ്ട് ഞാൻ തെളിയിച്ചിട്ടുണ്ട്. അത്രമാത്രം മനസ്സിലാക്കിയാൽ മതി.